വേനൽക്കാലം വളരെ കഠിനമായിരുന്നു. പിന്നെ ചൂട് വളരെ കൂടുതലായി. സുരേഷും രമേശും അവരുടെ കയ്യിൽ ഗാലിയായ ബക്കറ്റ് വെച്ചുകൊണ്ട് കുളത്തിനരികിൽ നിൽക്കുകയായിരുന്നു. അവർ രണ്ടുപേരും വളരെ വിഷമത്തോടെയായിരുന്നു. ആ മുഴുവൻ ഗ്രാമത്തിനും വെള്ളം കൊടുത്ത ആ കുളം ഇപ്പോൾ മുഴുവനായി വറ്റിക്കിടക്കുകയായിരുന്നു. ചേടാ രമേശ്, എല്ലാം കൈമീറി പോയിട്ടുണ്ട്. ഈ കുളത്തിനെ കണ്ടോ? കുറച്ച് വെള്ളം പോലെ ഇവിടെ ഇല്ല. ആ സൂര്യൻ എല്ലാ വെള്ളത്തിനെയും കുടിച്ചതുപോലെ കാണുന്നുണ്ട്. ശരിയാണ് പറഞ്ഞു സുരേഷ്. കടന്ന 10 കൊല്ലങ്ങളിൽ ഇതുപോലെ വെയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിയും കുറച്ച് ദിവസത്തിൽ മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും വെന്തു പോവും. വെള്ളം എടുക്കാനായിട്ട് 5 മൈൽ പോവണം. ആ പഴയ കിണറിലേക്ക് പോവേണ്ടി വരും. അവിടെയും ഒരുപാട് ലൈൻ നിൽക്കും. ചേട്ടാ, നമ്മളെ കൊണ്ട് സ്നാനം ചെയ്യാതെ ഇരിക്കാൻ പറ്റും, പക്ഷെ വെള്ളം കിട്ടുന്നത് കഷ്ടമായിട്ടുണ്ടല്ലേ. രണ്ടുപേരും വിഷമത്തോടെ നിന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. വീട്ടിൽ സുനിത പാചകം ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ ചൂട് അതിനേക്കാൾ കൂടുതലായിരുന്നു. വെയിലിന്റെ ചൂട് കാരണം പാനയൊക്കെ പൊട്ടാൻ തുടങ്ങി. അതിൽ നിന്നും വെള്ളം താഴെ വീഴുകയായിരുന്നു. അതുകൊണ്ട് തറയൊക്കെ നനഞ്ഞുപോയി. അപ്പോഴാണ് രമേശ് അടുക്കളയിലേക്ക് വന്നത്. അവൻ പൊട്ടി ആ പാന ശ്രദ്ധിച്ചു. കണ്ടോ, ഇത് 3ാമത്തെ പാന ഇന്നുടഞ്ഞുപോയി. അത്രത്തോളം ചൂടുള്ളത് കൊണ്ട് പാനയ്ക്ക് പോലും വെള്ളം തണുപ്പിച്ചു വെക്കാൻ ആകുന്നില്ല. ചൂടുകൊണ്ട് ഉണങ്ങി പൊട്ടുകയാണ്. ചേടാ, ഇത് മോശമായിട്ടുണ്ടല്ലേ. മുൻപ് തന്നെ കുടിക്കാൻ പോലും വെള്ളമില്ല. ഇപ്പോൾ ഈ പാനകളും പൊട്ടിപ്പോകുന്നുണ്ട്. ഒരുപാട് വെയിൽ കാരണം ചുമറുകളൊക്കെ ചൂടായിട്ടുണ്ട്. ഉച്ച മുഴുവൻ ഞാൻ ഈ വിയർപ്പ് തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീടിനകത്ത് ഒട്ടും തന്നെ കാറ്റ് വീശുന്നില്ല. അടുപ്പ് കത്തിക്കാൻ പോലും പേടിയാകുന്നു. നമ്മൾക്ക് ഈ വെയിലിനെ ഒന്നും ചെയ്യാനാകില്ലേ? മണ്ണും വെള്ളവും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തണുപ്പായിട്ടുണ്ടാവുമെന്ന് പറയും. പക്ഷേ മണ്ണ് ചൂടായതിനു ശേഷം അത് പൊട്ടിപ്പോകാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഞാൻ ഒരുപാട് വലുതായിട്ട് ആലോചിക്കുന്നു സുനിത. രമേശ് തറയിൽ വീണു കിടക്കുന്ന ആ വെള്ളത്തിനെ ശ്രദ്ധിച്ചു നോക്കി. അത് കണ്ട് സുനിത ആകെ കുഴപ്പത്തിലായി. കുറച്ചു സമയത്തിന് ശേഷം രമേശ് ഒരു വലിയ മരത്തിനടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഭയങ്കരമായ വെയിലത്ത് അല്പം തണുപ്പ് കിട്ടി. എന്നാലും വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോഴാണ് രമേശും സുരേഷും അവിടേക്ക് വന്നത്. രണ്ടുപേരെയും കാണാൻ നല്ല വിഷമത്തിലായിരുന്നു. എന്താ, എങ്ങനെ ഉണ്ട്? നിങ്ങളുടെ വീട്ടിലുള്ള പാനകളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടെന്ന് കേട്ടു. ഒരുപാട് മോശമായിട്ടുണ്ട്. എല്ലാ വീട്ടിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെ ഉണ്ട്. വെയില് ചുവര് താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രകൃതിയുടെ കോപമാണ്. ഞാൻ ഉച്ച സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് പോലും ഇല്ല. പക്ഷേ വീട്ടിന്റെ അകത്തും നിമ്മതിയായിട്ട് ഇരിക്കാൻ പറ്റില്ല മകേഷ്. ഞാൻ ഒരു കാര്യം ആലോചിച്ചു. നമ്മളുടെ പൂർവികൾ പറയുന്നുണ്ട് മണ്ണിന്റെ താഴെ തണുപ്പായിട്ടുണ്ടാവുമെന്ന്. ഒരുപക്ഷെ നമ്മൾ മണ്ണിന്റെ താഴെ പോയാൽ അവിടെ ചൂട് കുറവായിട്ടുണ്ടാവുമല്ലേ. അതുകൊണ്ട് നീ പാതാളത്തിലേക്ക് പോകാൻ പോകുന്നുണ്ടോ? രമേശ്, വെയിൽ കാരണം നിനക്ക് വട്ടുപിടിച്ചിട്ടുണ്ടോ എന്തോ? ഇല്ല മകേഷ്, പാതാളമല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ നടുക്ക് ഒരു പെരിയ കുഴി തോണ്ടാൻ പോകുന്നുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കും. ഞാൻ വീട്ടിൻ്റെ നടുവിൽ മണ്ണ് കൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ കെട്ടാൻ പോകുന്നുണ്ട്. മകേഷ് അവർ പറഞ്ഞത് കേട്ടതും ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ ചിന്തയെ അദ്ദേഹം കളിയാക്കുകയായിരുന്നു. വീട്ടിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂളോ? നിനക്ക് വട്ടുപിടിച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ തറ ഈരമായി പോവും. പിന്നെ വീടും വീണു പോവും. അതുമാത്രമല്ലാതെ ഇത്ര വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? എൻ്റെ വീട്ടിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയും. പിന്നെ വെള്ളത്തിന് ടാങ്കിൽ ബാക്കിയിരിക്കുന്ന മഴവെള്ളത്തിന് ഉപയോഗിക്കും. അതിൽ കുറച്ച് വെള്ളം മാത്രമാണ് ഉണ്ട്. പക്ഷേ അതിനെ ശരിയായിട്ട് ഉപയോഗിക്കണം. മകേഷിന് ഇപ്പോഴും അവൻ പറയുന്നതിൽ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ സുരേഷിന് അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി. രാത്രി സമയം. രമേശ് തന്റെ കൈകൊണ്ട് റൂമിനെ അളവെടുക്കുകയായിരുന്നു. അപ്പോൾ സുനിത അത് കണ്ടിട്ട് ആകെ കുഴപ്പത്തിലായി. മകേഷ് ഏട്ടൻ പറയുന്നത് ശരിയാണ്. വീട്ടിനകത്ത് കുഴി തോണ്ടിയാൽ നന്നായിരിക്കുമോ? ഒരുപക്ഷെ വീടിന്റെ ചുമരുകൾ പൊട്ടിപ്പോയാലോ? സുനിത, ഞാൻ ചുമരിൻ്റെ അടുത്ത് തോണ്ടാൻ പോകുന്നില്ല. ഞാൻ ബാക്ക് ഗേറ്റിൽ ഒരു കുഴി തോണ്ടാൻ പോകുന്നുണ്ട്. ഞാനിത് പഴയ ടെക്നിക് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇതിനെ കളിമണ്ണും വൈക്കോൽ കൊണ്ടും ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എന്തുണ്ടാകും? മണ്ണ് ഈർപ്പം വലിച്ചെടുക്കുമല്ലോ.
ഇതാണ് അതിന്റെ രഹസ്യം. കളിമണ്ണ് വെള്ളത്തിനെ ഉറിഞ്ഞാൽ അതിന്റെ അടുത്തിരിക്കുന്ന കാറ്റിനെ അത് തണുപ്പായിട്ട് മാറ്റും. പാന എങ്ങനെ തണുപ്പായിട്ടുള്ളതോ അതുപോലെ. അത് മാത്രമല്ലാതെ നമ്മളുടെ വീടും തണുപ്പായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കൊണ്ടും ആ വെള്ളത്തിന്റെ അകത്ത് ഇരിക്കാൻ പറ്റും. അവൻ തറയിൽ ചോക്ക് കൊണ്ട് ലൈൻ വരച്ചു. എന്നിട്ട് മൺവെട്ടിയെടുത്ത് തറയിൽ കുഴിവെട്ടി അവൻ തന്റെ പണി ആരംഭിച്ചു. അടുത്ത ദിവസം രാവിലെ മകേഷ് തന്റെ ജോലി ഏകദേശം ചെയ്തു കഴിഞ്ഞിരുന്നു. അവൻ തന്റെ വീടിന് നടുക്ക് കുറച്ച് വലിയ ആഴമുള്ള ഒരു കുഴിയെടുത്തു. രമേശും സുനിതയും രണ്ടുപേരും ആ കുഴിക്കകത്ത് നിൽക്കുകയായിരുന്നു. മകേഷ് മണ്ണിനെ തൊട്ടുനോക്കി അതിന്റെ താപനില അളന്നെടുത്തു. ഇവിടെ നോക്കൂ സുനിത, താഴെ ഇരിക്കുന്ന മണ്ണിന്റെ ചൂട് ഒരുപാട് കുറവായിട്ട് കാണുന്നുണ്ട്. വെയില് കാരണം മേലുള്ള മണ്ണ് മാത്രമാണ് ചൂടായിട്ടുള്ളത്. ആ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ താഴെ നിൽക്കുമ്പോൾ ചൂട് അത്ര അധികമില്ല, അതായത് മുകളിലുണ്ടായിരുന്ന അത്ര. അപ്പോഴാണ് സുരേഷ് വീട്ടിനകത്തേക്ക് വന്നത്. അവൻ ആ കുഴി കണ്ടിട്ട് ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, രമേശ്, നീ ശരിക്കും വീട്ടിൽ കുഴിയിട്ടിട്ടുണ്ടോ? നീ കളിയായിട്ട് പറയുന്നു എന്ന് കരുതി. കഴിക്കാനുള്ള സമയമില്ല സുരേഷ്. വരൂ, വന്ന് എന്നെ സഹായിക്കൂ. ഇന്ന് നമ്മൾ ഈ പണി പൂർത്തി ചെയ്താൽ നാളെ നിമ്മതിയായിട്ട് ഉറങ്ങിയേക്കാം. സുഹൃത്ത്, എന്നെ കൊണ്ട് കുഴിയെടുക്കാൻ പറ്റില്ല. എനിക്ക് മുതുക് വേദന ഉണ്ട്. പക്ഷേ ഞാൻ പുറത്തുനിന്ന് കളിമണ്ണ് എടുത്തു കൊണ്ടുവന്ന് തരാം. അത് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് കാഞ്ചി കിടക്കുന്നു. അത് വെള്ളത്തിനെ തടുക്കാനായിട്ട് ഉപയോഗപ്പെടും. അതാണ് ആവശ്യം. ആ മണ്ണിനെ റെഡി ചെയ്ത് നമ്മൾ ഈ തറയിൽ പൂച്ചണം. ശരി സുരേഷ്, വേഗം എടുത്തു വാ. അതിനുശേഷം സുരേഷ് അവിടെ നിന്നും പോയി. അതിനുശേഷം രമേശ് ആ കുഴിക്ക് നല്ലൊരു രൂപം നൽകാൻ തുടങ്ങി. പിന്നെ അതിനകത്ത് ഇരിക്കാനായി കുറച്ച് സ്ഥലവും ഉണ്ടാക്കി. കുറച്ച് സമയത്തിന് ശേഷം സുരേഷ് കുറച്ച് മണ്ണ് ചാക്കുകൾ ചുമന്നുകൊണ്ട് അവിടേക്ക് വന്നു. മകേഷും വന്നു. എന്ന് വെച്ചാൽ ഇതാണോ നിന്റെ സ്വിമ്മിംഗ് പൂള്? ഇത് കാണാൻ ഒരു വലിയ കുളി പോലെ തന്നെ ഉണ്ട്. ഇതില് വെള്ളം ഇട്ടതും ഇത് ചേരായി മാറിപ്പോവും. ഇല്ല, ഇതില് ഞങ്ങൾ ആദ്യം കളിമണ്ണ് പൂസും. വെള്ളം ഈ മണ്ണിൽ ഊറിപ്പോവും. പക്ഷേ ഇതിനെ ചേരായിട്ട് മാറ്റില്ല. 4 പേരും ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. സുരേഷും മകേഷും ചേർന്ന് കളിമണ്ണിൽ വെള്ളമൊഴിച്ചു മൃദുവാക്കാൻ നോക്കി. പക്ഷേ സുരേഷും സുനിതയും ആ മണ്ണ് കുഴിയുടെ ചുമരുകളിൽ പൂശാൻ നോക്കി. പതുക്കെ പതുക്കെ ആ സ്ഥലം കാണാൻ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളിനെ പോലെ കാണപ്പെട്ടു. രാത്രി മുഴുവൻ അവരെല്ലാരും പണിയെടുക്കുകയായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ ആ ചെറിയ സ്വിമ്മിംഗ് പൂൾ പൂർണ്ണമായും റെഡിയായി കഴിഞ്ഞു. അവർ കളിമണ്ണ് കൊണ്ട് പൂശിയതും ഉണങ്ങിയിരുന്നു. രമേശും സുരേഷും വാതിൽക്കലുണ്ടായിരുന്ന മഴവെള്ള ടാങ്കിൽ നിന്നും ഒരു പൈപ്പ് യോജിപ്പിച്ചു. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയാൻ തുടങ്ങി. വെള്ളം കലങ്ങിയതുപോലെ അല്ലായിരുന്നു. അത് ശരിക്കും രമേശിന്റെ വാക്കുകളെ പോലെ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. കണ്ടോ, വെള്ളം കഴങ്ങിട്ടില്ല. കളിമണ്ണ് കാരണം ഇത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. അത് കാരണം വെള്ളവും തെളിവായിട്ടുണ്ട്. ചേട്ടാ, ഇത് അത്ഭുതമാണ്. വെള്ളം കുറച്ച് നിറയുന്നുണ്ട്. രമേശ്, ഇത് ശരിക്കും സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ പൂർണ്ണമായി നിറഞ്ഞതിനു ശേഷം എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. ആ വീടിനകത്തുള്ള ചുറ്റുപാട് നല്ല തണുത്തതായിരുന്നു. സുനിത ആ വെള്ളത്തിനകത്തേക്ക് കൈയിട്ട് നോക്കി. ഈ വെള്ളം എന്താ ഇത്ര തണുത്തിരിക്കുന്നത്? ആരോ ഈ വെള്ളത്തിനകത്ത് ഐസ് കെട്ടിയിട്ടതുപോലെ. അതിനുശേഷം രമേശ്, സുരേഷ് പിന്നെ മകേഷ് ആ സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് ഇറങ്ങി. തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയതും അവർക്ക് വളരെയധികം ആശ്വാസം തോന്നി. ആഹാ, ഒരുപാട് നിമ്മതിയായിട്ടുണ്ട്. നിന്റെ വീട്ടിനെ സ്വർഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. പുറത്ത് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കളിമണ്ണിന്റെ അത്ഭുതമാണ്. കാറ്റ് ഈ വെള്ളത്തിൽ പെട്ട് പുറത്തു വരുമ്പോൾ അത് തണുപ്പായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് വിയർക്കാനും ഇല്ല. എന്നെ ക്ഷമിച്ചേക്കും മോനെ, ഞാനാണ് നിന്നെ ഒരുപാട് കളിയാക്കിയത്. ഇത് ശരിക്കും തണുപ്പായിട്ടുണ്ട്. പിന്നെ വീട്ടിന്റെ അകത്ത് കുറച്ചു പോലും ചൂട് കണ്ടിട്ടില്ല. എല്ലാരും ആ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്നു കൊണ്ട് സമാധാനത്തോടെ നേരം പോക്കി. വൈകുന്നേരം രമേശ്, മകേഷ് പിന്നെ സുരേഷ് ഗ്രാമത്തിന് നടുക്ക് വന്നു. ഇപ്പോൾ അവർക്ക് വെയിലിൽ നിന്നും നല്ല ആശ്വാസം കിട്ടിയിരുന്നു. 3 പേരും ഇപ്പോൾ മുൻപത്തെക്കാളും സന്തോഷിതരായിരുന്നു. പിന്നെ അവർ ഗ്രാമത്തിലെ ജനങ്ങളോടും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചേട്ടാ, വെയിൽ ഒരുപാട് അധികമാവുന്നുണ്ട്. നമ്മൾ നമ്മളുടെ പഴയ വഴിമുറകളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് വെയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മളുടെ ആലോചനകളെ നമ്മൾ മാറ്റിയാൽ എല്ലാ പ്രശ്നത്തിനും തീരുമാനം കിട്ടിയേക്കും. നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുഴിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഗ്രാമത്തിനെ തണുപ്പായിട്ട് മാറ്റിയേക്കണം. മഴ വരുന്നത് വരെ ഈ ഗ്രാമത്തിനെ നമ്മൾ തണുപ്പാക്കി മാറ്റണം.
അതിനുശേഷം ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും ചേർന്ന് അവരവരുടെ വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് കെട്ടാൻ തുടങ്ങി. കാരണം വെയിൽ കാലത്ത് അവർക്കും ആശ്വാസം വേണമെന്നതുകൊണ്ട്. നമ്മുടെ ഈ കഥ ഇതോടെ അവസാനിക്കുകയാണ്.